മക്കയിലെ കുബേരനും കച്ചവട പ്രമാണിയുമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കച്ചവടത്തിന് വേണ്ടി ദൂരദിക്കുകൾ സന്ദർശിക്കുമായിരുന്നു. പ്രധാനമായും സിറിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയുക്ത ഘട്ടത്തിൽ അദ്ദേഹം സിറിയയിലായിരുന്നു. നാട്ടിലെന്ന പോലെ താൻ തേടുന്ന സത്യത്തെക്കുറിച്ച് വിദേശത്ത് വെച്ചും തൻ്റെ സമാന ചിന്താഗതിക്കാരോട് അദ്ദേഹം സംസാരിക്കുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യുമായിരുന്നു. പഴയ വേദങ്ങളിൽ പാണ്ഡിത്യം ലഭിച്ച പല പുരോഹിതന്മാരും പണ്ഡിതരും അന്ന് അബൂബക്കറിനെ പോലെ ഒരു പ്രവാചകൻ്റെ ആഗമനം അടുത്ത് കഴിഞ്ഞിരുന്നു എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു. തങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രവാചകൻ്റെ ആഗമനം എവിടെയായിരിക്കുമെന്ന കാര്യത്തിൽ പോലും അവർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെയും ജീവചരിത്രത്തിനും ത്യാഗസമ്പൂർണമായ സംഭവങ്ങൾക്കും സാക്ഷിയായ മക്കയിൽ തന്നെ അത് സംഭവിക്കുമെന്നായിരുന്നു അവരുടെ അഭിപ്രായം. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിറിയയിൽ വെച്ച് ഒരു സ്വപ്നം കാണുകയാണ്. ആകാശത്ത് നിന്നൊരു ചന്ദ്രൻ ഇറങ്ങി വരുന്നു. മക്കയുടെ മുകളിൽ അത് ഛിന്ന ഭിന്നമായി ഓരോ കഷണവും ഓരോ വീടുകളിൽ ചെന്നെത്തി അവിടെ പ്രകാശം പരത്തി. പിന്നീട് ആ കഷ്ണങ്ങൾ ഒത്തുകൂടി പൂർവ്വസ്ഥിതി പ്രാപിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മടിയിൽ വന്ന് വീണു. അത് ഒരു അർത്ഥഗർഭമായ സ്വപ്നമാണെന്ന് തോന്നിയ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഭക്തനായ ഒരു പുരോഹിതനെ സമീപിച്ച് താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു. സ്വപ്നം കേട്ട് പ്രസന്നവദനായ പുരോഹിതൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ആഗമനം അടുത്തിരിക്കുന്നു. അബൂബക്കർ ചോദിച്ചു, ആരുടെ ആഗമനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രവാചകൻ്റേതാണോ? പുരോഹിതൻ പറഞ്ഞു, അതെ, നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കും. അത് കാരണം നിങ്ങൾ സൗഭാഗ്യവാനായി തീരുകയും ചെയ്യും. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ സാർത്ഥവാഹക സംഘം മക്കയിലേക്ക് തിരിച്ചു. ദീർഘനാളത്തെ സിറിയാവാസത്തിന് ശേഷം മക്കയുടെ വാതിൽക്കലേക്ക് അബൂബക്കറിനെ എതിരേൽക്കാൻ ഒരു ചെറിയ സംഘം നടന്നു വന്നു. അബൂജഹലിൻ്റെ നേതൃത്വത്തിലാണ്. അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു അഭിവാദനം നടത്തി. അബൂജഹൽ ചോദിച്ചു, നിന്റെ സ്നേഹിതനെക്കുറിച്ച് നീ വല്ലതും പറഞ്ഞു കേട്ടോ? അബൂബക്കർ ചോദിച്ചു, മുഹമ്മദുൽ അമീനെ കുറിച്ചാണോ ചോദിക്കുന്നത്? അബൂജഹൽ പറഞ്ഞു, അതെ, ബനു ഹാഷിമിലെ ഒരു അനാഥനെ കുറിച്ച് തന്നെ. ബനു ഹാഷിമിലെ ആ അനാഥനെ കുറിച്ച് തന്നെ. അവനൊരു പുതിയ വാദവുമായി ഇറങ്ങിയിരിക്കുന്നു. അബൂബക്കർ ചോദിച്ചു, നീ വല്ലതും കേട്ടോ? എന്താണ് വാദങ്ങൾ? അബൂജഹൽ പറഞ്ഞു, അതെ, ഞാൻ കേട്ടു, നമ്മുടെ ജനങ്ങളും കേട്ടു. അബൂബക്കർ ചോദിച്ചു, എന്താണ് അദ്ദേഹം പറയുന്നത്? അബൂജഹൽ പറഞ്ഞു, ആകാശത്തൊരു ദൈവമുണ്ട്, നാം അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന സന്ദേശവുമായി ദൈവം അവനെ നിയോഗിച്ചിരിക്കുന്നു അത്രേ. നമ്മുടെ പൂർവികർ ആരാധിച്ചു പോന്ന ഇലാഹുമാരെ നാം കൈവെടിയുകയും ചെയ്യണമത്രേ. അബൂബക്കർ പറഞ്ഞു, ദൈവം അദ്ദേഹത്തിന് ദിവ്യബോധനം നൽകിയെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ടോ? എങ്ങനെയാണത്രേ ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചത്? അബൂജഹൽ പറഞ്ഞു, ഹിറാ ഗുഹയിൽ വന്ന് ജിബിരിൽ എന്ന മലക്കാണത്രേ അദ്ദേഹത്തോട് സംസാരിച്ചത്. അബൂബക്കറിൻ്റെ മുഖം സന്തോഷമായി, പ്രസന്നതയോടെ തിളങ്ങി. അനർഘമായ ഏതോ ഒന്ന് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞ ഒരു സന്തോഷത്തോടെ അദ്ദേഹം ചിരിച്ചു. ശാന്തമായി പറഞ്ഞു, അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിൽ അത് സത്യം തന്നെയായിരിക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം അബൂജഹലിനൊരു വലിയ സ്ഫോടനമായാണ് അനുഭവപ്പെട്ടത്. വീട്ടിൽ മടങ്ങിയെത്തിയ അബൂബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തേടിയിറങ്ങി. ഖദീജയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലിരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിക്കുകയാണ്. അവർ സംസാരം ആരംഭിച്ചു. അബൂബക്കർ ചോദിച്ചു, ജനങ്ങൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത് ശരിയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്താണ് അവർ പറയുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവന് പങ്കുകാരില്ല എന്ന സന്ദേശവുമായി ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നു എന്ന്
താങ്കൾ അവകാശപ്പെടുന്നു എന്നാണ് ജനങ്ങൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. എന്നിട്ട് നിങ്ങൾ അവരോട് എന്ത് പറഞ്ഞു? അബൂബക്കർ പറഞ്ഞു, അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിൽ അത് സത്യമായിരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷവാനായി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു. ഹിറാ ഗുഹയിൽ വെച്ചുണ്ടായ സംഭവം വിവരിച്ചു. പ്രഥമ സന്ദേശമായ വചനങ്ങൾ അബൂബക്കറിന് ഓതിക്കേൾപ്പിക്കുകയും ചെയ്തു. ഭയഭക്തിയോടുകൂടി ശ്രദ്ധാപൂർവം അബൂബക്കർ റളിയല്ലാഹു അൻഹു വചനം ശ്രവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലതുകൈ തൻ്റെ ഇരു കൈകളിലും അമർത്തി എഴുന്നേറ്റ് എന്ന് അദ്ദേഹം പറഞ്ഞു, അങ്ങ് സത്യസന്ധനും വിശ്വസ്തനുമായ പ്രവാചകനാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലെ ഒന്നാമത്തെ പുരുഷാംഗമായി തീർന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രം പിന്നീട് അങ്ങോട്ട് ത്യാഗസമ്പൂർണമാകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് മറ്റൊരു വീഡിയോയിൽ വിശദമായി പറയാം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.